ഹലോ, എന്താ അവസ്ഥ? ഉഷാറല്ലേ? എന്നാൽ എൻ്റെ ജനസംസ്കൃതിയിലെ മോഹിനിയാട്ട മത്സരത്തിന് പോയ കഥ പറഞ്ഞുതരാം. കഥയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, അതുകൊണ്ട് അതൊരു വലിയൊരു കഥയാണ്. കോമ്പറ്റീഷൻ രാവിലെ 10 മണിക്കായിരുന്നു കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊരു 9 മണിക്കേ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്തു, എന്നിട്ട് മുടി അവിടെ ചെന്ന് കെട്ടാനുള്ള ധൈര്യത്തിലാണ് ഇറങ്ങിയത്. പിന്നെ മുടി കെട്ടുന്നത് വളരെ വലിയൊരു ടാസ്ക്കായിരുന്നു. കാരണം മോഹിനിയാട്ടത്തിൻ്റെ മുടി ചരിച്ച് ഒരു സൈഡിലോട്ടാണ് കെട്ടേണ്ടത്. അത് വടയൊക്കെ കയറ്റി ഒരാളുടെ ഹെൽപ്പും കൂടെ വേണമായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്തു. അത് ഒരു പരുവത്തിന് കെട്ടിയൊക്കെ വെച്ചു. എന്നിട്ട് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് മുന്നേ കെട്ടിയതൊക്കെ നല്ല കൊളായി. പക്ഷേ ഇത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് ഓക്കെ ഇത് മതിയെന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് കേട്ടോ കോമ്പറ്റീഷൻ തുടങ്ങിയത് തന്നെ. അതിനിടയ്ക്ക് ലോട്ട് വിളിക്കുന്നുണ്ടായി. എൻ്റെ ലാസ്റ്റ് ആയിരുന്നു, കാരണം മരുന്നനുസരിച്ചായിരുന്നു ലോട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്തത് തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ലൈക്ക് മുടി എനിക്ക് എത്ര ടൈം എടുക്കും കിട്ടി തീരുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് കയറി കളിച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പൂവ് എൻ്റെ ഫ്രണ്ട് എന്നെ ലാസ്റ്റ് മിനിറ്റ് ഹെൽപ്പ് ചെയ്താൽ കേട്ടോ, പൂവും വടയും കൂടെ. കാരണം മോഹിനിയാട്ടത്തിൻ്റെ വട ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് അവളുടെ ഉണ്ടായിരുന്ന ഒരു ഭരതനാട്യത്തിൻ്റെ വട എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി വെച്ചത്. അറിയില്ല, ഡൽഹിയിൽ മോഹിനിയാട്ടത്തിൻ്റെ വട കിട്ടാൻ നല്ല പാടായിരുന്നു. പക്ഷേ ആ പൂവ് എനിക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. കാരണം ആ പൂവ് വെച്ച് ഒരുപാട് വലുതായിട്ട് തോന്നിയോണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ പോലത്തെ 2 എടുത്ത് കയറ്റി വയ്ക്കുക ചെയ്തത്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് കുഞ്ഞു വടയും കൂടെ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നല്ല വൃത്തിക്ക് ഇരുന്നു. പിന്നെ വിചാരിച്ച പോലെ ഫൈനൽ ലുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓർണമെൻറ്റ്സും ഹെഡ്സെറ്റൊക്കെ വെച്ച്, ഹെഡ്സെറ്റല്ല നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്കും നല്ല രീതിക്ക് സെറ്റായി വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ ഇരിക്കട്ടെ. ഈ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ എൻ്റെ എടുത്തായിരുന്നു. ഇവിടെ നിന്ന് തന്നെ മഞ്ജുവിൻ്റെ എടുത്തായിരുന്നു. അതുപോലെ നെറ്റിച്ചുട്ടി, പിന്നെ ഈ കമ്മൽ, മാല, കാശിമാല, ഇതെല്ലാം അവിടെ നിന്നായിരുന്നു. അതിനിടയ്ക്ക് ആ കാശിമാലയില്ലേ, അത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. ലാസ്റ്റ് ഞാൻ മാലയ്ക്ക് നോട്ടിട്ടാണ് നേരം കാണുന്നത്, അത് അവിടെ നിന്ന് പൊട്ടി വന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് എൻ്റെ മാലേനെ ഇടേണ്ടായി. അപ്പോൾ അതതിനോട് ചേരുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോമ്പറ്റീഷൻ. 5-6 കുട്ടികൾ കളിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിരുന്നു ഞാൻ കളിച്ചത്. हे कृष्ण पाहि कृपानिधे उदरे मयि सुतने हे कृष्ण पाहि कृपानिधे मयि सुतने कृष्ण पाहि कृपानिधे उदरे मयि सुतने कृष्ण पाहि कृपानिधे उदरे मयि सुतने Krishna
കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു വെന്യൂ. ഡൽഹിയിലെ കേരള സ്കൂളിൽ വെച്ചായിരുന്നു ഈ ജനസംസ്കൃതിയുടെ സർഗോത്സവം നടന്നത്. കുഞ്ഞിൽ തൊട്ട് തന്നെ കലോത്സവങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്ന എനിക്ക് ഡൽഹിയിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡൽഹിയിൽ ഇനി സ്റ്റേജ് കിട്ടുമോ, ഇതുപോലെ കലോത്സവങ്ങൾ കാണുമോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. എന്നാൽ വന്ന ഫസ്റ്റ് ഇയർ തന്നെ ഞാനിങ്ങനെ അറിയുണ്ടായി മലയാളി അസോസിയേഷൻസൊക്കെ ഇതുപോലെ കലോത്സവങ്ങൾ നടത്താറുണ്ടെന്നും സർഗോത്സവത്തെ പറ്റി അന്നേ ഞാൻ കേട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തവണത്തെ സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു. കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന് രജിസ്റ്റർ ആക്കി സോണൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിന് ജസ്നാൻഡി ആയാലും രാജനങ്ങളായിരുന്നാലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിക്കുന്ന വാഴപ്പഴമില്ലേ, അതവിടെ സ്കൂളിലെ ഫുഡ് സ്റ്റോളിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിയതായിരുന്നു. നാട്ടിൽ പോയിട്ട് ഒരു അത്യാവശ്യം 4-5 മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നാളായതുകൊണ്ട് തന്നെ നാട്ടിലെ ഫുഡ് ഐറ്റംസൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാഴപ്പഴം കണ്ടപ്പോൾ നമ്മൾ വെറുതെ വിട്ടോ ഇല്ല, അങ്ങനെ വാങ്ങി കഴിച്ചു. ഇതിനിടയ്ക്ക് സംഭവം ഓട്ടോയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മേക്കപ്പും ഡ്രസ്സിലും ആയതുകൊണ്ട് തന്നെ അവിടെ അപ്പുറത്ത് കാറിൽ ഒരു കുട്ടിയിരുന്ന് എന്നെ കണ്ടിട്ട് എന്താ പേടിച്ചതാണോ അത്ഭുതമാണോ എന്നില്ലാത്ത തരം ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നതാണ്. ഡൽഹിയിൽ വന്നേ പിന്നെ ഇങ്ങനെ ഡാൻസിൻ്റെ ഡ്രസ്സിട്ട് അത്യാവശ്യം കറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പണ്ടൊക്കെ ഡാൻസിൻ്റെ ഡ്രസ്സിൽ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലും തോന്നുമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ശീലമായി. ഓൾ ക്രെഡിറ്റ്സ് ടു മിസ്റ്റർ ലക്ഷ്മൺ രാജ് ആക്ച്വലി. ഇനിയാണ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ബീങ് എ ക്ലാസിക്കൽ ഡാൻസർ. ഇത്രയും ഭംഗിക്ക് ഈ മേക്കപ്പും ഓർണമെൻറ്റ്സും ഡ്രസ്സും ഇട്ടിരുന്നിട്ട് അതിനി എന്താ മൊത്തം ഊരി മാറ്റി അഴിച്ച് മേക്കപ്പൊക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നാറില്ല. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ക്ലാസിക്കൽ ഡാൻസേഴ്സിന് അങ്ങനെ ആയിരിക്കും. കാരണം അത്രയും നല്ല സുന്ദരിയായിട്ട് ഇത്രയും ഭംഗിക്ക് മേക്കപ്പൊക്കെ ഇട്ടൊരു ദേവീനെ പോലെ അല്ലെങ്കിൽ അത്രയും ഡിവൈനിറ്റി ഗ്രേസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് മേക്കപ്പ് അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ യൂഷ്വലി എന്നെ നോക്കി ഇങ്ങനെ മിററിൽ അഡ്മയർ ചെയ്തിരിക്കാറുണ്ട്. കുറേ നേരം എന്നെ ഇങ്ങനെ കണ്ണാടി തന്നെ നോക്കി ഞാൻ തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതൊത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു മിക്ക ക്ലാസിക്കൽ ഡാൻസേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ഐ തിങ്ക് മിക്ക ക്ലാസിക്കൽ ഡാൻസേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം. ആ ഒരു സെൽഫ് അഡ്മിറേഷൻ നമുക്കും നമ്മളോട് തന്നെ ഉണ്ടായിരിക്കണം. അതാണ് ടു ബി ഓണസ്റ്റ് സത്യം. വീഡിയോയിൽ കാണുന്ന പോലെ പ്രോസസ്സ് അത്ര എളുപ്പവും ഫാസ്റ്റൊന്നും അല്ല. ഇതിനു മുമ്പ് ഇപ്പോൾ ഈ മേക്കപ്പ് ഞാൻ ഫ്ലാറ്റിൽ വന്ന് കയറി ഒരു 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഈ മേക്കപ്പ് മാറ്റുന്നത്. അതുവരെയുള്ള ആ ഒരു കണ്ണാടി നോക്കിയിരിക്കലും അതിൻ്റെ കൂടെ എന്തെങ്കിലും പാട്ടിൽ അന്നേരം ഒരു ഡാൻസ് കളിക്കാൻ ഒരു അർജ് വരും. സോ എന്തെങ്കിലും റീൽസ് എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് സെൽഫീസ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മേക്കപ്പ് അഴിച്ച് മാറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഈ മുഖത്ത് കാണുന്ന ആ ഒരു ഭാവമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പേഴ്സണലി ഈ മേക്കപ്പ് അഴിക്കുന്ന പ്രോസസ്സും ഇടുന്ന പ്രോസസ്സായാലും അഴിക്കുന്ന പ്രോസസ്സായാലും രണ്ടും ത്രൂ ഔട്ട് ദ ഹോൾ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇതും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ടൈം എടുക്കും, നല്ല ടൈം എടുക്കും ടു ബി ഓണസ്റ്റ്. ആൻഡ് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി അഴിച്ച് പിന്നെ റെൻറ്റിനെടുത്ത സാധനങ്ങളാണല്ലോ, അപ്പോൾ അത് അന്നേ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണമുണ്ടായിരുന്നു, തിരിച്ച് കൊടുക്കണമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര പെട്ടെന്ന് മേ ബി മേക്കപ്പെല്ലാം അഴിച്ചതെന്ന് പറയാം. പിന്നെ മുടി അഴിച്ച് വന്നപ്പോൾ ഈ ഒരു കോല ആയായിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ് എനിക്ക് ഈ മേക്കപ്പ് അഴിച്ച്, അതായത് ഈ ഒരു ഓർണമെൻറ്റ്സ് ഊരിക്കളഞ്ഞിട്ട് ഈ മേക്കപ്പിൽ മുടി ഇങ്ങനെ തുറന്നിട്ട് ഓപ്പൺ ഹെയർ ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാ ഡാൻസിൻ്റെ ഇത് കഴിഞ്ഞിട്ടും ഓർണമെൻറ്റ്സ് മാറ്റി മുടി അഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് എന്നെ തന്നെ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഫോം ഓഫ് സെൽഫ് ലവ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അഡ്മയറിങ് മൈ സെൽഫ് ഫോർ സംതിങ് ദാറ്റ് ഐ തോട്ട് ഐ വുഡൻറ്റ് ബി ഏബിൾ ടു ഡു. അതായത് നാട്ടിലെ കലോത്സവത്തിനൊക്കെ എൻ്റെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ ഫെസ്റ്റിവൽ ടു ബി ഓണസ്റ്റ്. ഒരു ഉത്സവം പോലെ അച്ഛനും അമ്മയും ഫ്രണ്ട്സും പിന്നെ മേക്കപ്പ് മാഷും ഡാൻസറും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരാളും അത് കഴിഞ്ഞിട്ട് അലത്തേട്ട് തരാൻ വേറൊരാളും. ഇറ്റ്സ് ലൈക്ക് ഞാനിങ്ങനെ നിന്നാൽ മാത്രം മതിയായിരുന്നു, ബാക്കിയൊക്കെ എൻ്റെ എന്താ ചുറ്റും മാജിക് എന്ന പോലെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തു തരുന്നു. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ വന്ന ശേഷം എല്ലാ പ്രോസസ്സും ഓൾ ബൈ മൈസെൽഫാണ്. ഞാൻ തന്നെയാണ് മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം. സോ എല്ലാം കൊണ്ട് പറഞ്ഞാൽ ഒന്നാലോചിക്കുമ്പോൾ വളരെയധികം പ്രൗഡുമാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഡൽഹി ഗീവ് മീ ദാറ്റ്. ഈ ഒരു സ്കിൽസൊക്കെ ഡൽഹിയിൽ നിന്ന് തന്നെ കിട്ടിയതാണല്ലോ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് അറിയുന്നത് റിസൾട്ട് വന്നതും. ആൻഡ് എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. സോ ഫസ്റ്റ് ഉണ്ടായിരുന്നു സീക്രട്സ് മോഹിനിയാട്ടം ഫസ്റ്റ് കിട്ടി. ബാക്കി ഞാൻ ഭരതനാട്യവും അതുപോലെ ഫോക്ക് ഡാൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ ഭരതനാട്യം സെക്കൻഡും പിന്നെ ഫോക്ക് ഡാൻസ് ഫസ്റ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ കലോത്സവം കഴിഞ്ഞ് അടുത്ത വർഷമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇറ്റ്സ് ലൈക്ക് ആ മൊമെൻറ്റിൽ അത് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ട്രൂലി ആൻ അച്ചീവ്മെൻറ്റ് ഫോർ മീ. ആൻഡ് ഈ ഒരു കലോത്സവം ഞാൻ ലൈഫ് ലോങ് ഓർത്തിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഒരുപാടധികം നല്ല മെമ്മറീസും അതുപോലെ നല്ല നല്ല മൊമെൻറ്റ്സും തന്നൊരു കലോത്സവം തന്നെയായിരുന്നു. ഇതിൽ ഏറ്റവും നല്ല പാർട്ട് എന്തെന്ന് വെച്ചാൽ ഞാനൊരു സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങൾ പിന്നെ എന്നെ വീണ്ടും ജീവിപ്പിച്ചു എന്നതാണ്. ലൈക്ക് ഐ ഗോട്ട് എ ചാൻസ് ടു ലീവ് ത്രൂ മൈ നൊസ്റ്റാൾജിയ.
ഇതിനെല്ലാം ഒരു ബിഗ് താങ്ക്സ് കൊടുക്കേണ്ടത് എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. ബിക്കോസ് ദ ഹോൾ പ്രോസസ്സ് അമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് ചെറിയൊരു ട്രീറ്റൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു 6 ദിവസത്തെ വിശേഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ഓക്കെ, ബൈ.